നമുക്ക് നേരെ കോഴിക്കോട്ടേക്ക് പോവാം. കോഴിക്കോട് ജില്ലയിലും ശക്തമായ രീതിയിലാണ് മഴയുള്ളത്. താമരശ്ശേരി ചുരത്തിൽ മരവും പാറക്കല്ലും വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കട്ടിപ്പാറയിൽ മണ്ണാത്തിയേറ്റ് മലയിടിഞ്ഞതിൽ പ്രദേശവാസികളൊക്കെ വലിയ ആശങ്കയിലുമാണ്. വയനാട് ജില്ലയിലും അർദ്ധരാത്രിയോടെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ മതപഠനശാലകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമൊക്കെ ഇന്ന് അവധിയുമാണ്. നമുക്കിപ്പം കോഴിക്കോട് നിന്ന് ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസെ, വലിയ രീതിയിലുള്ള മഴക്കെടുതിയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. മണ്ണിടിച്ചിലൊക്കെ വ്യാപകമായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് മഴ എങ്ങനെയുണ്ട്? എന്താണ് അവസ്ഥ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ കാറ്റോട് കൂടിയ നല്ല അതിശക്തമായ മഴ തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രിയിലെല്ലാം പെയ്തത്. ഇന്ന് രാവിലെ വരുമ്പോൾ ഒരു 6 മണി വരെയൊക്കെ നല്ല ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഒരു മണിക്കൂർ നേരമായി മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കോഴിക്കോട് ഇന്നലെ ശക്തമായ മഴയിൽ താമരശ്ശേരി ചുരത്തിലെ 4-ാം വളവിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരൊക്കെ എത്തിയാണ് ആ മരം അവിടെ മുറിച്ചു മാറ്റിയത്. താമരശ്ശേരി ചുരത്തിന്റെ തന്നെ 9-ാം വളവിൽ ഇപ്പോൾ ഒരു പാറക്കല്ല് പതിച്ചിട്ടുണ്ട്. അവിടെ ഫയർഫോഴ്സ് അടക്കമുള്ളവരെത്തി ആ പാറക്കല്ല് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ അത് റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗം കൂടെയാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിൽ പറയുന്നത്. താമരശ്ശേരിയിൽ തന്നെ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഒരുപാട് വൈദ്യുതി ലൈനുകളിലേക്കൊക്കെ മരങ്ങൾ വീണ് വൈദ്യുതിയൊക്കെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വൈദ്യുതിയൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയായിട്ടും അത് പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന വിവരവും താമരശ്ശേരിയിൽ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ടിപ്പാറയിലെ ഈ മണ്ണാത്തിയേറ്റ് മല ഇടിഞ്ഞതോടുകൂടി അവിടെയുള്ള 21 കുടുംബങ്ങൾ ബന്ധുവീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവർ സ്വന്തം വീടുകളിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവിടെ ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ അവിടെ മരം വീണിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരം മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വലിയൊരു മരമാണ് റോഡിലേക്ക് വീണ് കിടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 4-ാം വളവ് പൊട്ടി വീണ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ. യാത്രക്കാരും ചേർന്നിട്ടുണ്ട്. ഇംതിയാസ്, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വലിയൊരു മരമാണ് വീണ് കിടക്കുന്നത്. ഗതാഗത തടസ്സമൊക്കെ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ജയലക്ഷ്മി, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ആ മരം അവിടെ ആ രീതിയിൽ വീണത്. ശക്തമായ കാറ്റുണ്ടായിരുന്നു, കാറ്റിലാണ് വീണത്. ആ മരം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ തന്നെയാണ് മരം അവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ അവിടെ ഒരു പാറക്കല്ല് 9-ാം വളവിൽ വീതി കുറഞ്ഞ ഭാഗത്ത് വീണിട്ടുണ്ട്. അതും മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കക്കയം ഡാമിൽ റെഡ് അലേർട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ആ റെഡ് അലേർട്ട് തുടരുകയാണ്. 758 എന്ന ജലനിരപ്പ് 758 മീറ്റർ പരിധിയിലേക്ക് വെള്ളം എത്തിയിരിക്കുന്നു, ജലനിരപ്പ് എത്തിയിരിക്കുന്നു. അതോടുകൂടി തന്നെ ഇപ്പോൾ 25 മീറ്റർ അതിന്റെ ഷട്ടർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും എന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നുണ്ട്. പുഴയോരത്തൊക്കെ താമസിക്കുന്നവരോട് ജാഗ്രതാ നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട്. കുറ്റ്യാടി മേഖലയിൽ, വിലങ്ങാട് മേഖലയിലൊക്കെ മഴ ഇന്നലെ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടുകൾ